officially welcome all of you, I would like to request Mr. Alex Tapan to come forward and deliver the official welcome speech. He is the president of this esteemed organization of Kerala Center, which has started about 33 plus years ago in this city of Elmont. Now I would like to request Mr. Alex Tapan to come forward and deliver the welcome speech. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പാർലമെന്റ് അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ, രാഗിണി ശ്രീവാസ്തവ, ടൗൺ ഓഫ് നോർത്ത് ഹെംപ്സ്റ്റഡ് ക്ലർക്ക്, മിസ്സിസ് ഉണ്ണിത്താൻ, former New York State Senator Kevin Thomas, Suffolk County Police Officer Thomas Joy, Kerala Center Trustee Board Chairman Dr. Thomas Abraham, Pioneers Club President Tony Sakriya, മറ്റ് Pioneers Club members, Kerala Center members, അസോസിയേഷൻ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്ത്യയുടെ 79ാമത് ഇൻഡിപെൻഡൻസ് ഡേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്നും ഇന്ത്യ തുടരുന്നു. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അത് 3ാമത്തെ ശക്തിയായി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇന്നൊരു ന്യൂക്ലിയർ പവറാണ്. ഇന്ത്യ ഒരു സ്പേസ് പവറാണ്. ഇന്ത്യയുടെ ചെറുപ്പക്കാർ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ IT സെക്ടർ ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ നടക്കുവാൻ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ ശക്തമായി ഒരു രാഷ്ട്രമാണ് നമ്മളുടെ ഭാരതം. ഇന്ന് പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് ഇന്ത്യ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊന്നും ഇതിനൊരു കമ്പാരിസനേ അല്ല. ഇന്ന് കാണുന്നത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തുന്ന ഒരു നിലപാട് നമ്മുടെ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും എടുത്താൽ ഭാരതം വളർന്നൊരു സൂപ്പർ പവറായി മാറുന്ന കാലം അധികം ദൂരത്തല്ല. മനുഷ്യർ തമ്മിൽ ഐക്യവും സ്നേഹവും സാഹോദര്യവും വളർത്തുന്ന ഒരു മഹത് പ്രസ്ഥാനമാണ് കേരള സെൻറ്റർ. 1993 ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ശ്രീ യേശുദാസാണ്. ആ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന PK വാസുദേവൻ നായരുണ്ട്, MM ജേക്കബുണ്ട് കോൺഗ്രസ്സുകാരന്, R ബാലകൃഷ്ണപിള്ളയുണ്ട്, E അഹമ്മദുണ്ട്, അതുപോലെ എല്ലാ സാനു മാസ്റ്റർ നിൽക്കുന്നു. അതുപോലെ എല്ലാ രാഷ്ട്രീയ കാര്യം ഉൾക്കൊള്ളുന്ന, ഒരു വ്യത്യാസവുമില്ലാത്ത, എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്ന, ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു സംഘടനയാണ് കേരള സെൻറ്റർ. ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും മലയാളികളാണ്. അവിടെ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഐക്യവും സാഹോദര്യവും വളർത്തുന്ന, അതിനൊരു വേദി ഒരുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സെൻറ്റർ. അങ്ങനെയുള്ളൊരു ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ, ഭാരതാംബയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി. ഈ നാട്ടിലെ പ്രവാസി മലയാളികളെയും
ഇന്ത്യക്കാരെയും എല്ലാം ഓർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സെൻറ്റർ. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ നമ്മളോടൊത്തുള്ളത് ഇന്ത്യയുടെ പാർലമെന്റ് അംഗം ശ്രീ ഉണ്ണിത്താനാണ്. അദ്ദേഹം MP ആണ്, കോൺഗ്രസ് പാർട്ടി നേതാവാണ്, വീരശൂരമായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. അദ്ദേഹം ഇവിടെ വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക്, ഞങ്ങളുടെ കൊച്ചു കേരള സെൻറ്ററിലേക്ക് വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തോടൊത്ത് ഉണ്ട്. അവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മോടൊത്തുള്ളത് ഫോമർ ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ, ആദ്യത്തെ മലയാളി സെനറ്ററാണ് അദ്ദേഹം. നമ്മളോടൊത്തുണ്ട് കെവിൻ തോമസ്. കേരള സെൻറ്ററിന് വേണ്ടി ഒത്തിരി സാമ്പത്തിക സഹായം ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചു തന്ന വ്യക്തിയാണ്. അതിന് ഞങ്ങൾ വളരെ താങ്ക് യു പറയുകയാണ്. അതുപോലെ നമ്മുടെ സഫോക്ക് കൗണ്ടി പോലീസ് ഓഫീസർ തോമസ് ജോയ്, അദ്ദേഹം അവിടുത്തെ ഏഷ്യൻ കമ്മ്യൂണിറ്റി അതിൻ്റെ കൺവീനറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മറ്റു സംഘടനകളുടെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പല സംഘടനകളുടെയും നേതാക്കന്മാരാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നെങ്കിൽ ചിലരുടെ പേര് പറയണം. നമ്മുടെ ലീല മാരേട്ട്, ലീല മാരേട്ടാണ് ഈ നമ്മുടെ MP യെ, പ്രിയപ്പെട്ട MP യെ ഇവിടെ കൊണ്ടുവരുവാൻ അവസരമുണ്ടാക്കിയത്. അതിന് ലീല മാരേട്ടിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ നമ്മളൊത്ത് മുൻ യുണൈറ്റഡ് നേഷൻസിൽ ഉദ്യോഗസ്ഥനായ കോൺഗ്രസ് നേതാവുമായ ജോർജ് എബ്രഹാം ഉണ്ട്. ഫോമർ പ്രസിഡന്റായിരുന്ന ഡോക്ടർ തോമസ് ജേക്കബ് ഉണ്ട്. അതുപോലെ ഇന്ത്യ ഡേ പരേഡ് നടത്തുന്ന കോശി തോമസ് ഉണ്ട്. അതുപോലെ ഫോമർ നേതാവ് ലാലി കലപ്പുരക്കലുണ്ട്, ഉഷ ജോർജ് ഉണ്ട്. അതുപോലെ അപ്പുക്കുട്ടനുണ്ട്. അതുപോലെ എല്ലാവരെയും കേരള സെൻറ്ററിൻ്റെ ഭാരവാഹികളുണ്ട്. അങ്ങനെ രാജു തോമസ് കൂടിയുണ്ട്. അങ്ങനെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.